നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു തൊടുകുറി ന്യൂമറോളജി വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ റീഡിങ് സാധാരണ ഒരു തിരഞ്ഞെടുപ്പ് മാത്രമല്ല. നിങ്ങളുടെ മനസ്സിലുള്ള വലിയൊരു സങ്കടത്തിന് പരിഹാരം ലഭിക്കുമോ? നിങ്ങൾ ഏറെ നാളായിട്ട് കാത്തിരിക്കുന്ന ആഗ്രഹം സഫലമാകുമോ? ജീവിതത്തിലെ തടസ്സമായി നിൽക്കുന്ന പ്രശ്നങ്ങൾ മാറുമോ? ഇതിനെയൊക്കെ കുറിച്ചുള്ള ഒരു ആത്മീയ സൂചനയാണ് ഇന്നത്തെ റീഡിങ്. പ്രത്യേകിച്ച് ഈ ഒരു കാര്യം നടന്നാൽ മാത്രമേ ഇനി എൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ, അല്ലെങ്കിൽ അതിനുശേഷം മാത്രമേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിൽ കരുതി നിൽക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ 3 പക്ഷികളുടെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തേത് മയിലാണ്, രണ്ടാമത്തേത് പരുന്താണ്, മൂന്നാമത്തേത് മൂങ്ങയാണ്. ഈ 3 പക്ഷികളെയും ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒരു പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാകും. വിശ്വാസപ്രകാരം ഇവ 3ഉം വ്യത്യസ്ത ദേവതകളുടെ വാഹനങ്ങളാണ്. അതുകൊണ്ടാണ് ഈ 3 പക്ഷികളെ ഇന്നത്തെ റീഡിങ്ങിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സങ്കടങ്ങൾ, കടബാധ്യതകൾ, ജോലിയിലെ തടസ്സങ്ങൾ, രോഗദുരിതങ്ങൾ, മനസമാധാനമില്ലാത്ത അവസ്ഥ, ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ തടസ്സമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ, ഇവയ്ക്ക് ആത്മീയമായ ഒരു മാർഗനിർദ്ദേശം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഈ റീഡിങ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും അലക്ഷ്യമായി തിരഞ്ഞെടുക്കരുത്. നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഫലം ലഭിക്കണമെങ്കിൽ മനസ്സുറച്ച് വിശ്വാസത്തോടെ തന്നെ തിരഞ്ഞെടുക്കണം. ആദ്യം കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ദുഃഖം അല്ലെങ്കിൽ വിഷമം ഓർക്കുക. അതിന് പരിഹാരം ലഭിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് പ്രാർത്ഥിക്കുക. ശേഷം ഈ 3 ചിത്രങ്ങളിലേക്കും പതുക്കെ നോക്കുക. നിങ്ങളുടെ മനസ്സിൽ ഏത് ദേവതയോടാണ് കൂടുതൽ അടുപ്പം തോന്നുന്നത്, ആ ദേവതയുടെ വാഹനമായിട്ടുള്ള പക്ഷിയെ തിരഞ്ഞെടുക്കാം. അതല്ല എങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ചിത്രം നോക്കി തീരുമാനിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചിത്രങ്ങൾക്കൊപ്പമുള്ള 1, 2, 3 എന്ന നമ്പറുകളിൽ നിന്നും നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു നമ്പർ തിരഞ്ഞെടുത്തുകൊണ്ടും ഈ ഒരു തൊടുകുറിയിൽ പങ്കെടുക്കാം. അതും അത്ര തന്നെ ഫലപ്രദമായിരിക്കും. എന്നാൽ ഒരു കാര്യത്തിൽ ഉറച്ചിരിക്കണം. ഇതോ അതോ എന്ന ആശയക്കുഴപ്പം മാറിയ ശേഷം മാത്രം ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. കാരണം നിങ്ങൾ ഉറപ്പിക്കുന്ന ആ തിരഞ്ഞെടുപ്പിലൂടെയാണ് ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്നത്. അതേസമയം നിങ്ങൾ ഈ റീഡിങ് മറ്റൊരാൾക്ക് വേണ്ടിയാണ് നോക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് ഏറെ അടുപ്പമുള്ള മറ്റാരെങ്കിലും ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അവരുടെ പേരിൽ മറ്റൊരു ചിത്രം അല്ലെങ്കിൽ നമ്പർ തിരഞ്ഞെടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എന്നാൽ വ്യക്തിപരമായിട്ട് ഞാൻ നിർദ്ദേശിക്കുന്നത് ആദ്യം നിങ്ങളുടെ സ്വന്തം തൊടുകുറി ന്യൂമറോളജി ഫലം പരിശോധിക്കുക എന്നതാണ്. അതിനുശേഷം മറ്റൊരു സമയത്തോ അല്ലെങ്കിൽ മറ്റൊരു ദിവസമോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെ ഫലവും പരിശോധിക്കാം. അങ്ങനെ ചെയ്താൽ ഫലങ്ങൾ കൂടുതൽ വ്യക്തമായും മനസ്സിലാക്കാൻ എളുപ്പമായും ലഭിക്കുന്നതാണ്. നിങ്ങൾ ഏത് രീതിയിൽ നോക്കിയാലും ശരി, ഇവിടെ പറയുന്ന കാര്യങ്ങൾ തൊടുകുറിയും ന്യൂമറോളജിയും ചേർന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് കൃത്യമായി ബന്ധപ്പെട്ടതായി അനുഭവപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കാം, ഒന്നാമത്തെ ചിത്രം മയിലാണ്, രണ്ടാമത്തെ ചിത്രം പരുന്താണ്, മൂന്നാമത്തെ ചിത്രം മൂങ്ങയാണ്. അതോടൊപ്പം 1, 2, 3 എന്ന നമ്പറുകളും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് തൊടുകുറി രീതിയിലോ അല്ലെങ്കിൽ ന്യൂമറോളജി രീതിയിലോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം ഓർക്കുക. ഇത് എനിക്ക് നടന്നു കിട്ടണം എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം ആ ആഗ്രഹം താഴെ കമന്റ് ബോക്സിൽ പ്രാർത്ഥനാ രൂപത്തിൽ എഴുതി ചേർക്കാനും നിങ്ങൾക്ക് കഴിയും. കാരണം വിശ്വാസപ്രകാരം ഇത്തരത്തിൽ ആത്മാർത്ഥമായിട്ട് എഴുതുമ്പോൾ ആ കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നു കിട്ടാനുള്ള സാധ്യത കൂടുതൽ ശക്തമാകുമെന്ന് കരുതപ്പെടുന്നു. ഉദാഹരണത്തിന് ചില ആളുകൾക്ക് സർക്കാർ ജോലി നേടണമെന്ന ആഗ്രഹമായിരിക്കാം. അപ്പോൾ മനസ്സിൽ ചോദിക്കാം, എനിക്ക് സർക്കാർ ജോലി ലഭിക്കുമോ? അല്ലെങ്കിൽ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ വിവാഹം എപ്പോൾ നടക്കും? ഞാൻ ശ്രമിക്കുന്ന ഈ ബന്ധം വിജയിക്കുമോ? എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ചിത്രം തിരഞ്ഞെടുക്കാം. അതുപോലെ ഒരു വീട് എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. വീട് പണി പാതി വഴിയിലാണ്, അത് പൂർണ്ണമാക്കാൻ എനിക്ക് സാധിക്കുമോ? അങ്ങനെയുള്ള ചിന്തയോടെയും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇത് മാത്രമല്ല, മക്കളുടെ വിദ്യാഭ്യാസം, പരീക്ഷാ വിജയങ്ങൾ, വിദേശയാത്ര, ജോലിയിലെ ഉയർച്ച,
സാമ്പത്തിക പുരോഗതി, ഇങ്ങനെ ജീവിതത്തിലെ ഏത് പ്രധാന കാര്യത്തെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചിത്രം തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും സമയം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്ന ആ ചിത്രം അല്ലെങ്കിൽ നമ്പർ ഉറപ്പായും തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നിങ്ങളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ പറയുന്നത് ഒന്നാമത്തെ നമ്പർ, അതായത് മൈലിനെ തിരഞ്ഞെടുത്തവർക്കുള്ള ഫലമാണ്. മൈലിനെ തിരഞ്ഞെടുത്ത നിങ്ങളെക്കുറിച്ച് ഏറ്റവും ആദ്യം പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ത്യാഗ മനസ്സുള്ള വ്യക്തിയാണ് എന്നതാണ്. ഈ ന്യൂമറോളജി കണക്കുകളിൽ ഏറ്റവും വ്യക്തമായി കാണുന്നത് ഇത് തന്നെയാണ്. അതായത് നിങ്ങൾ എത്ര വലിയ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവരായാലും മനസ്സിൽ എത്ര വേദനയുണ്ടായാലും അത് പുറത്തു കാണിക്കാതെ മറ്റുള്ളവരോട് ചിരിച്ചുകൊണ്ട് പെരുമാറുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ തയ്യാറാകുന്നവരാണ് നിങ്ങൾ. നിങ്ങളെ വേദനിപ്പിച്ച ആളുകൾക്ക് പോലും നല്ല ജീവിതം ലഭിക്കട്ടെ എന്ന് മനസ്സാർന്ന് ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ട്. അതുതന്നെയാണ് നിങ്ങളുടെ എടുത്തു പറയേണ്ട പ്രത്യേകത. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല സുവർണാവസരങ്ങളും പല സമയങ്ങളിലും മുന്നിൽ വന്നിട്ടുണ്ട്. എന്നാൽ അതിൽ പലതും നിങ്ങൾ സ്വന്തമാക്കാതെ മറ്റുള്ളവർക്കായി വിട്ടുകൊടുത്ത അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ മറ്റൊരു വലിയ പ്രത്യേകത വാക്കും പ്രവൃത്തിയും ധാർമ്മികമായിരിക്കണം എന്ന ഉറച്ചൊരു കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാമായിരുന്ന പല അവസരങ്ങളും മറ്റുള്ളവരുടെ നന്മ കരുതി നിങ്ങൾ മനഃപൂർവ്വം ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടാകാം. എന്നാൽ ആ ദേഷ്യത്തിനുള്ളിലും ഒരിക്കലും ആരെയും ചതിക്കാനോ ഉപദ്രവിക്കാനോ നിങ്ങൾ ആഗ്രഹിക്കാറില്ല. കാരണം മറ്റുള്ളവരുടെ സന്തോഷത്തിലാണ് എൻ്റെ സന്തോഷം എന്നൊരു മനോഭാവം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹം നിങ്ങളോടൊപ്പം ശക്തമായി നിലകൊള്ളുന്നതായിട്ട് ഈ തൊടുകുറി ന്യൂമറോളജിയിൽ വ്യക്തമായി കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്ന സമയമാണ് ഇത്. അത് ഗൃഹകാര്യങ്ങളായിരിക്കാം, വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം, ജോലി, സാമ്പത്തിക പുരോഗതി, ബിസിനസ്, വിദേശയാത്ര, എന്ത് വിഷയമായാലും ആദ്യം ചില തടസ്സങ്ങൾ വരുന്നതായിട്ട് കാണുന്നു. എന്നാൽ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, നിങ്ങൾ അതിൽ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ എന്ത് വന്നാലും ഞാൻ പിന്നോട്ടു പോകില്ല എന്ന മനസ്സോടെ പ്രവർത്തിച്ചാൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ രീതിയിൽ വിജയഫലം നേടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന ആ ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം അത് എപ്പോൾ നടക്കുമെന്ന കാര്യത്തിൽ ഈ തൊടുകുറി ന്യൂമറോളജി കണക്കുകൾ കാണിക്കുന്നത് 3 മാസത്തിനുള്ളിൽ അത് നടന്നു കിട്ടാനുള്ള ശക്തമായ സാധ്യതയുണ്ട് എന്നതാണ്. അതും ഏകദേശം 90% വരെ ഫലം കാണിക്കുന്ന ഒരു സമയം എന്നാണ് ഇവിടെ സൂചന ലഭിക്കുന്നത്. മാത്രമല്ല നിങ്ങൾ അതിനായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സമയത്തിന്റെ പകുതിക്കുള്ളിൽ പോലും കാര്യങ്ങൾ അനുകൂലമായിട്ട് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ജീവിതത്തിലെ ചില കാര്യങ്ങൾക്ക് സാമൂഹികമായും നിയമപരമായും ദൈവികമായും പ്രകൃതിദത്തമായും ചില സമയപരിധികൾ ഉണ്ടായിരിക്കുന്നതാണ്. ഉദാഹരണത്തിന് നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ അതിന് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ വേണ്ട സമയമെടുക്കും. അതുപോലെ ഒരു കുഞ്ഞിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ അതിന് പ്രകൃതി നിയമപ്രകാരം വേണ്ട സമയമെടുത്തു മാത്രമേ ഫലം ലഭിക്കൂ. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ വൈകുന്നതായി തോന്നിയാലും അത് ദൈവം നിഷേധിച്ചത് കൊണ്ടല്ല, അതിൻ്റെ ശരിയായ സമയം പൂർത്തിയാകാനുള്ള പ്രക്രിയയിലാണ് എന്നത് മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ കാര്യങ്ങളിലൊക്കെയും നിങ്ങൾക്ക് ഒരു ശുഭസൂചന ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള മയിലിനെ തിരഞ്ഞെടുത്തവർക്കുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള പരുന്തിനെ തിരഞ്ഞെടുത്തവരുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളിലേക്ക് കടക്കാം. പരുന്തിനെ തിരഞ്ഞെടുത്ത നിങ്ങളെക്കുറിച്ച് ആദ്യം പറയേണ്ടത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് എന്നതാണ്. നേടേണ്ട ലക്ഷ്യങ്ങൾ, സാധിക്കേണ്ട ആഗ്രഹങ്ങൾ, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. എന്നാൽ ഒരു കാര്യവും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പൂർണ്ണതയിൽ എത്തുന്നില്ല എന്നൊരു വിഷമം ഇപ്പോൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങളുടെ ജീവിതം മുഴുവൻ പരിശോധിച്ചാൽ
ക്ഷമ വേണ്ട സ്ഥലങ്ങളിൽ ക്ഷമ നഷ്ടപ്പെട്ടതുകൊണ്ട് ചില അവസരങ്ങൾ കൈവിട്ടുപോയതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ സംസാര രീതി അല്ലെങ്കിൽ പ്രവർത്തന ശൈലി മറ്റുള്ളവരിൽ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാൻ കാരണമായിട്ടുണ്ട്. സുഹൃത്തുക്കളോ പരിചയക്കാരോ നിങ്ങളോട് ചിരിക്കുകയും സ്നേഹത്തോട് പെരുമാറുകയും ചെയ്യുന്നുണ്ടാകാം. പക്ഷെ അവരുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും നടക്കാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. അതേസമയം നിങ്ങളുടെ മനോഭാവം എങ്ങനെയാണെന്നാൽ, ആർക്കെങ്കിലും എന്നോട് തെറ്റ് ചെയ്താൽ അതിന്റെ ഫലം അവർ തന്നെയാണ് അനുഭവിക്കുക എന്നൊരു നിലപാട് ഉള്ളിൽ നിങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയും ഒരുപക്ഷെ ഒരു പോരായ്മയും. കാരണം ജോലിസ്ഥലത്തായാലും ബന്ധങ്ങളിലായാലും നിങ്ങളുടെ ഈ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ നിങ്ങൾ അധികം താല്പര്യം കാണിക്കുന്നില്ല എന്നതാണ് വാസ്തവം. പക്ഷെ ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിത വിജയത്തിന് ആവശ്യമായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾ അർഹിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പല തടസ്സങ്ങൾക്കും കാരണം ഈ ഒരു സ്വഭാവ രീതിയാണ് എന്ന സൂചനയും ഇവിടെ കാണുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ തൊടുകുറി ന്യൂമറോളജിയിലെ പ്രധാന ഫലങ്ങൾ. ഇനി നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അത് ഒരു ആഗ്രഹമായിരിക്കാം, ഒരു ആവശ്യമായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിലെ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനമായിരിക്കാം. അതിന് എത്ര സമയം എടുക്കുമെന്ന കാര്യത്തിൽ ഇവിടെ കാണുന്നത് 5 മാസം വരെ സമയമെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. എന്നാൽ നിങ്ങൾ ശരിയായ സമയത്ത് കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്യുന്നുവെങ്കിൽ 2-3 മാസത്തിനുള്ളിൽ തന്നെ അനുകൂല ഫലങ്ങൾ കണ്ടു തുടങ്ങാൻ കഴിയും. പൂർണ്ണ വിജയം ഉടനെ ലഭിക്കാതിരുന്നാലും നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്കുള്ള ശരിയായ പാതയിൽ എത്തിയെന്ന ആത്മവിശ്വാസം ഉറപ്പായും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സൗഹൃദത്തിനും ആത്മീയ വിശ്വാസത്തിനും വലിയ സ്ഥാനമുണ്ട്. അത് ദൈവം തന്ന ഒരു വരദാനമാണ്. പക്ഷെ ജീവിതം എല്ലായ്പ്പോഴും വിധിയുടെ ക്രമപ്രകാരം തന്നെയാണ് മുന്നോട്ടു പോകുന്നത്. അതുകൊണ്ട് വഴിമധ്യേ ചില തട്ടലുകളും മുട്ടലുകളും സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അതിയായ വിഷമം മനസ്സിൽ വയ്ക്കേണ്ടതില്ല. ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള പരുന്തിനെ തിരഞ്ഞെടുത്തവർക്കുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള മൂങ്ങയെ തിരഞ്ഞെടുത്തവരുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളിലേക്ക് കടക്കാം. മൂങ്ങയെ തിരഞ്ഞെടുത്ത നിങ്ങളെക്കുറിച്ച് ആദ്യം പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മഹത്വം നിങ്ങളുടെ വിനയമാണ് എന്നതാണ്. ഏത് പ്രതിസന്ധിയിലായാലും എത്ര വലിയ വിഷമത്തിലായാലും മറ്റുള്ളവരോട് വിനയത്തോടെയും സ്നേഹത്തോടെയും പെരുമാറാൻ കഴിയുന്ന സ്വഭാവമാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലക്ഷ്മി ദേവിയുടെ വാഹനമായ മൂങ്ങയുടെ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം എന്നും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ വിശാലമായ മനസ്സിന്റെ ഉടമയാണ്. സ്വന്തം ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും മറ്റുള്ളവരോട് സൗഹൃദത്തോടെ പെരുമാറാനും അവർക്കായി ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് കഴിയും. ഈ സ്വഭാവം തന്നെയാണ് സമൂഹത്തിലും ജോലിസ്ഥലത്തും നിങ്ങൾക്ക് നല്ല അംഗീകാരം നേടിത്തരുന്നത്. എന്നാൽ ഇവിടെ കാണുന്ന മറ്റൊരു യാഥാർത്ഥ്യം എന്തെന്നാൽ, നിങ്ങൾ അർഹിക്കുന്ന ചില വിലകളും നേട്ടങ്ങളും ഇപ്പോൾ മറ്റുള്ളവർ കൈവശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. കാരണം നിങ്ങൾക്ക് ലഭിച്ചതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ഇഷ്ടമാണ്. അധികം പിടിച്ചു പറിക്കാനും മത്സരിക്കാനും നിങ്ങൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കുന്നില്ല. അതായത് എന്ത് പ്രശ്നമുണ്ടായാലും അതിനെ വലുതാക്കാതെ ആരോടും വഴക്കിടാതെ സമാധാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആഗ്രഹം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ. അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. പക്ഷെ ഇവിടെ ഒരു യാഥാർത്ഥ്യവും കാണുന്നുണ്ട്. നിങ്ങളുടെ ഈ സഹനശക്തിക്കും മൗന സ്വഭാവത്തിനും ഒരു പരിധിയില്ലാതെ പോകുന്നത് കൊണ്ട് ധൈര്യമായി പ്രതികരിക്കേണ്ട പലയിടങ്ങളിലും നിങ്ങൾ മൗനം പാലിച്ചു. അതിൻ്റെതായിട്ടുള്ള ഫലമായി നിങ്ങൾക്ക് അർഹമായിരുന്ന പണവും സമ്പത്തും അവസരങ്ങളും മറ്റുള്ളവർ സ്വന്തമാക്കി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അതായത് യഥാർത്ഥ അവകാശം നിങ്ങളുടേതാണ്, പക്ഷെ അതിന്റെ പ്രയോജനം അനുഭവിക്കുന്നത് മറ്റുള്ളവരാണ്. ഇതുപോലുള്ള അതിയായ സഹന സ്വഭാവം ചില സമയങ്ങളിൽ നിങ്ങളെ വലിയ നഷ്ടങ്ങളിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ടെന്നതാണ് ഇവിടെ ലഭിക്കുന്ന മുന്നറിയിപ്പ്. എന്നാൽ മറ്റൊരു സത്യം എന്തെന്നാൽ, നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ സ്വഭാവം അത്ര പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല എന്നതാണ്. കാരണം ബന്ധങ്ങൾക്ക് വളരെ വലിയ വില കൊടുക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. ആരോടും കടുപ്പമായി സംസാരിക്കാനും എതിർത്ത് നിൽക്കാനും നിങ്ങൾക്ക് മനസ്സില്ല. പക്ഷെ ഇനി വരുന്ന ജീവിതത്തിലെ ചില പ്രധാന കാര്യങ്ങളിൽ നിങ്ങൾ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം എത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പോലും അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരാമെന്ന സൂചനയാണ്
ഈ ന്യൂമറോളജി നൽകുന്നത്. എന്നാൽ ഇതെല്ലാം ഉണ്ടായാലും നിങ്ങൾക്ക് ശക്തമായ ദൈവാനുഗ്രഹം ഉണ്ടെന്നത് വളരെ വ്യക്തമായി തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര വലിയ വീഴ്ചകൾ ജീവിതത്തിൽ ഉണ്ടായാലും അതിൽ നിന്നെല്ലാം അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഇത്രയുമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്വഭാവത്തെയും ജീവിതാവസ്ഥയെയും സംബന്ധിച്ച് ഈ തൊടുകുറി ന്യൂമറോളജിയിൽ കാണുന്നത്. ഇനി നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു ആഗ്രഹമോ ആവശ്യമോ എപ്പോൾ നടക്കുമെന്ന കാര്യത്തിൽ ഇവിടെ ലഭിക്കുന്ന സൂചന 2 മാസത്തിനുള്ളിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ആരംഭിക്കാനാണ് സാധ്യത എന്നതാണ്. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളെ ഗൗരവത്തോടെ തന്നെ സമീപിക്കണം. എല്ലാവരെയും കരുണ കൊണ്ട് മാത്രം കാണുകയും അവർക്ക് കഴിവില്ല, അവർ പാവങ്ങളാണ് എന്ന് കരുതി എല്ലാം വിട്ടുകൊടുക്കുകയും ചെയ്താൽ അവസാനം നിങ്ങൾക്കായി ബാക്കി വരാൻ ഒന്നും ഉണ്ടായിരിക്കില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ്. മാത്രമല്ല, ഇനി വരുന്ന ജീവിതകാലം ഒട്ടാകെ ഈ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇത്രയുമാണ് മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള മൂങ്ങയെ തിരഞ്ഞെടുത്തവർക്കുള്ള തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ 3 റീഡിങ്ങുകളിലും നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ യോജിച്ചത് ഏതാണ് എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓരോ ചിത്രത്തെയും കുറിച്ച് ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെട്ടു എന്നത് അറിയാൻ എനിക്കും അത് സഹായകരമാകും. ഇത്രയുമാണ് ഇന്നത്തെ തൊടുകുറി ന്യൂമറോളജി റീഡിംഗ്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.